നമസ്കാരം. ഇന്ത്യയുടെ ചുവന്ന ഭൂപടങ്ങൾ ഓരോന്നായി മാഞ്ഞു പോയ ചരിത്രം കേരളത്തിന് മുന്നിലുണ്ട് എങ്കിലും ഇവിടെയൊന്നും സംഭവിക്കില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ഇത്രകാലം CPM ജീവിച്ചത്. എന്നാൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ച അതേ രാഷ്ട്രീയ പതനത്തിന്റെ പ്രകമ്പനങ്ങൾ ഇന്ന് കേരളത്തിന്റെ മണ്ണിലും ദൃശ്യമായി തുടങ്ങിയിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും അണികളുടെ കൊഴിഞ്ഞുപോക്ക് ഒരു പതിവ് വാർത്തയായി മാറുന്നത് കേവലം ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി വിശ്വസിച്ചു പോന്ന പ്രത്യയശാസ്ത്രത്തോടും ഭരണശൈലിയോടും ജനങ്ങൾക്കും അണികൾക്കും തോന്നുന്ന മടുപ്പിന്റെ പ്രതിഫലനമാണിത്. വികസനത്തിന്റെ പളപളപ്പിലും അധികാരത്തിന്റെ ഗർവിലും സാധാരണക്കാരന്റെ വേദനകൾ വിസ്മരിക്കപ്പെടുമ്പോൾ കേരളവും കമ്മ്യൂണിസ്റ്റ് ഭരണത്തോട് വിട പറയാൻ ഒരുങ്ങുകയാണ് എന്ന സൂചനകളാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്നത്. പശ്ചിമ ബംഗാളിന്റെ ചരിത്രം കേരളത്തിൽ ആവർത്തിക്കില്ലെന്ന് പറയുന്നവർ അവിടുത്തെ കോട്ടകൾ തകർന്നത് ബാഹ്യ ശക്തികൾ കൊണ്ടല്ല, മറിച്ച് ജനവികാരം മാനിക്കാത്ത ഭരണാധികാരികളോടുള്ള അമർഷം കൊണ്ടാണെന്ന കാര്യം ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇനി പറയാനുള്ളത്. കൊട്ടാരക്കരയുടെ ജനകീയ മുഖവും 3 പതിറ്റാണ്ട് കാലം CPMന്റെ കരുത്തുറ്റ വനിതാ നേതാവുമായിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം CPM എന്ന പ്രസ്ഥാനത്തിനകത്ത് ജനാധിപത്യം എത്രത്തോളം ശ്വാസം മുട്ടുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ രാഷ്ട്രീയ മാറ്റമെന്നാണ് പറയാനുള്ളത്. ഒരു കാലത്ത് പാർട്ടിക്കുള്ളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളെയും തിരുത്തൽ ശക്തികളെയും ആദരിച്ചിരുന്ന CPM ഇന്ന് ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു കേഡർ സംവിധാനത്തിലേക്ക് വഴി മാറിയിരിക്കുന്നു എന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് ഐഷ പോറ്റിയുടെ ഇത്തരത്തിലുള്ള ഒരു പടിയിറക്കം. താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാനോ മുതിർന്ന നേതാക്കളുടെ അനുഭവം പ്രയോജനപ്പെടുത്താനോ നേതൃത്വം തയ്യാറാകില്ലെന്ന യാഥാർത്ഥ്യം ഇതോടെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഐഷ പോറ്റി മാത്രമല്ല, അടുത്ത കാലത്തായി CPMന്റെ തണൽ ഉപേക്ഷിച്ചു പോയ പ്രമുഖ നേതാക്കളുടെ നിര തന്നെ പാർട്ടിക്കുള്ളിലെ അസംതൃപ്തിക്ക് അടിവരയിടുന്നുണ്ട്. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതും തുടർന്ന് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയതും CPMന് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല, ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ആയിട്ടുള്ള G ശക്തിധരനെ പോലെയുള്ളവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം എത്രത്തോളം മരിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ തുറന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന V ബിന്ദുവിനെ പോലെയുള്ള വനിതാ നേതാക്കളും ഇതിനോടകം കോൺഗ്രസ് പാത തിരഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ണൂർ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകരാണ് ഓരോ മാസവും പാർട്ടി വിട്ടു പോകുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും ഉന്നയിക്കുന്ന പരാതി പാർട്ടിക്കുള്ളിലെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ച് തന്നെയാണ്. അതായത് പാർട്ടിക്ക് പഴയ പദവി ഇല്ല എന്നർത്ഥം. ഇത്രയും പറഞ്ഞതൊക്കെ നേതാക്കളുടെ കാര്യമാണ്. അണികൾ എത്രയോ മാറി ചിന്തിച്ചിരിക്കുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഐഷ പോറ്റി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് വലിയൊരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിലെ ജനാധിപത്യ വിശ്വാസികളെയും സത്യസന്ധരായ നേതാക്കളെയും അവഗണിക്കുന്ന CPM ശൈലിയോടുള്ള പ്രതിഷേധം കൂടിയായിരുന്നു ഈ കടന്നുവരവ്. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദമാക്കുന്നതും തിരുത്തലുകൾക്ക് തയ്യാറാകാത്തതുമായ നിലപാട് ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കുമെന്നതിന്റെ ഉദാഹരണമായിട്ട് ഐഷ പോറ്റിയുടെ ഈ കൂടുമാറ്റ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. എങ്ങനെയാണ് CPM എന്ന പാർട്ടി തകരുന്നത് എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അണികളുടെയും നേതാക്കളുടെയും വിശ്വാസം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ വികാരം എങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്ന ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ ഇതോടുകൂടി ശക്തമായിരിക്കുകയാണ് എന്നതാണ് ഇനി പറയുന്നത്. പഠിപ്പിച്ചതും പാടിയതും ഒന്നുമല്ല സഖാക്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന കടുത്ത യാഥാർത്ഥ്യത്തിലേക്കാണ് ഐഷ പോറ്റിയെ പോലുള്ള നേതാക്കളുടെ പടിയിറക്കം വിരൽ ചൂണ്ടുന്നത് പോലും. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നിടമെന്നും അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടമെന്നും ക്ലാസുകളിൽ പഠിപ്പിച്ച സഖാക്കൾ തന്നെ ഇന്ന് അധികാരത്തിന്റെ ലഹരിയിൽ സാധാരണക്കാരന്റെയും അതുപോലെ തന്നെ സഹപ്രവർത്തകന്റെയും ശബ്ദം അടിച്ചമർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വിപ്ലവ ഗാനങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന ആവേശവും ലാളിത്യവും ഇന്ന് പാർട്ടി നേതൃത്വത്തിന്റെ ആഡംബരങ്ങൾക്കും ഏകാധിപത്യ തീരുമാനങ്ങൾക്കും മുന്നിൽ വഴിമാറിപ്പോയിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരെയും ജനകീയ നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് സ്തുതി പാഠകർക്ക് മാത്രം ഇടം നൽകുന്ന ഒരു ശൈലിയാണ് ഇന്ന് CPMൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതിന്റെയൊക്കെ സ്വാഭാവികമായ പരിണിത ഫലമാണ് ഇപ്പോൾ പാർട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കൊഴിഞ്ഞുപോക്കും എന്നതാണ് പറയാനുള്ളത്. ആദർശങ്ങളിൽ നിന്ന് വഴിമാറിയ ഈ പോക്കിന്റെ വലിയ വിലയാണ് പാർട്ടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കരയുടെ പ്രിയപ്പെട്ട നേതാവ് ഐഷ പോറ്റി കോൺഗ്രസ് പാളയത്തിൽ എത്തിയത് ഒരു വ്യക്തിയുടെ മാത്രം മാറ്റമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്, മറിച്ച് ദശാബ്ദങ്ങളായി പാർട്ടി കാത്തു സൂക്ഷിച്ച വിശ്വാസ്യതയ്ക്കുണ്ടായ തിരിച്ചടി കൂടിയാണിത്.
നിലമ്പൂരിൽ PV അൻവർ ഉയർത്തിയ കലാപമായാലും ഇടുക്കിയിൽ ബിന്ദുവിനെ പോലുള്ള വനിതാ നേതാക്കൾ പാർട്ടി വിട്ടതായാലും താഴെത്തട്ടിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കായാലും അതെല്ലാം വിപ്ലവ വാക്കുകളും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരത്തിന്റെ ഫലമാണെന്ന് തിരിച്ചറിയണം. ചുവപ്പുകോട്ടകൾ എന്ന് വിശ്വസിച്ചിരുന്ന പലയിടങ്ങളിലും ഇന്ന് അണികൾക്കിടയിൽ അവിശ്വാസവും അമർഷവും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന ശൈലി പാർട്ടിയെ ശൂന്യതയിലേക്ക് മാത്രമാണ് നയിക്കുന്നത് എന്നത് ഈ അവസരത്തിൽ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. അധികാരത്തിന്റെ ഹുങ്കിൽ ജനകീയ പ്രശ്നങ്ങളെയും സഹപ്രവർത്തകരുടെ വേദനകളെയും കാണാതെ പോകുന്നവർക്ക് ഐഷ പോറ്റിയുടെ കൂടുമാറ്റം ഒരു വലിയ താക്കീത് തന്നെ നൽകുന്നുണ്ട്. അവർ നന്നായാൽ മതി എന്ന് മാത്രം. പഴയ കാലത്തെ ആദർശ പ്രസംഗങ്ങളും വിപ്ലവ ഗീതങ്ങളും കേവലം വോട്ട് പിടിക്കാനുള്ള ആയുധങ്ങൾ മാത്രമായി മാറുന്ന ഇന്നത്തെ കാലത്ത് സത്യസന്ധരായ പാർട്ടി പ്രവർത്തകർ നിരാശരായി പടിയിറങ്ങുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിലെ തൊഴിലാളികളെയും നേതാക്കളെയും വിശ്വാസത്തിലെടുക്കാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നത് വിരോധാഭാസമല്ലാതെ മറ്റെന്താണ്? ആദർശങ്ങളിലെ ഈ മായം ചേർക്കലിന്റെയും ജനാധിപത്യം അടിച്ചമർത്തുന്നതിന്റെയും ശിക്ഷയാണ് ഓരോ കൊഴിഞ്ഞുപോക്കിലൂടെയും CPM ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഇവിടെ പറയണം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിജയമായിരുന്നു രണ്ടാം പിണറായി സർക്കാർ കൈവരിച്ചിരുന്നത്. എന്നാൽ അധികാരത്തിന്റെ രണ്ടാം ഊഴം അവസാനത്തിലേക്ക് എത്തുമ്പോൾ അമിത ആത്മവിശ്വാസം ഭരണകൂടത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നുവോ എന്ന ചോദ്യവും ഇന്ന് ഏറെ പ്രസക്തമായിരിക്കുന്നു. വികസനത്തിന്റെ തിളക്കമുള്ള മുദ്രാവാക്യങ്ങൾക്കിടയിലും താഴെത്തട്ടിൽ പുകയുന്ന ജനരോഷം അവഗണിക്കാൻ കഴിയാത്ത വിധം വളർന്നിരിക്കുകയാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഇത് വരുത്തിവെച്ചത് പിണറായി സർക്കാരും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഇന്ധനക്ഷാമവും വെള്ളം, വൈദ്യുതി ചാർജ് വർധനവും ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ജനകീയ സർക്കാർ എന്ന് അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെത് എന്ന വിമർശനം ഏറെ വ്യാപകവുമാണ്. ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുന്ന അഴിമതി ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. മാസപ്പടി വിവാദം മുതൽ കരിമണൽ ഖനനം വരെയുള്ള വിഷയങ്ങളിൽ വ്യക്തമായ മറുപടി നൽകാൻ സർക്കാരിനോ പാർട്ടിക്കോ ഇതുവരെ സാധിച്ചിട്ടുമില്ല. അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പ്രതിരോധത്തിലാകുന്ന ഭരണ നേതൃത്വം അഴിമതിക്കെതിരെയുള്ള തങ്ങളുടെ പഴയ നിലപാടുകളെ വിസ്മരിച്ചുവോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന് മേലുള്ള നിയന്ത്രണം സർക്കാരിന് നഷ്ടപ്പെട്ടുവോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും ക്രിമിനൽ സംഘങ്ങളുടെ വളർച്ചയും ജനങ്ങളിൽ വലിയ അരക്ഷിതാവസ്ഥ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. നവകേരള സദസ്സ് പോലുള്ള പരിപാടികൾക്കിടയിൽ നടന്ന പ്രതിഷേധങ്ങളെ നേരിട്ട രീതിയും പാർട്ടി പ്രവർത്തകർ നിയമം കയ്യിലെടുക്കുന്ന പ്രവണതയും ജനാധിപത്യ ബോധമുള്ള പൊതുസമൂഹത്തെ കാര്യമായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ഭരിച്ച് കേരളത്തെ അങ്ങ് ഇല്ലാണ്ടാക്കുകയാണോ എന്ന ചോദ്യം വരെ ഉയർന്നിട്ടുണ്ട്. CPM-നെതിരെ ഇന്ന് ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം നേതാക്കളുടെ ധാർഷ്ട്യം തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന രീതിയും മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുതയും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടാത്തതും അധികാരം ചില വ്യക്തികളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതും കേഡർ പാർട്ടി എന്ന നിലയിലുള്ള CPM-ന്റെ കരുത്തിനെ ചോർത്തുന്ന കാര്യങ്ങളും. തിരുത്തലുകൾക്ക് തയ്യാറാവാത്ത പക്ഷം ഏതൊരു പ്രസ്ഥാനവും തകർച്ച നേരിടുമെന്ന് ചരിത്ര സത്യമാണ്. ഭരണ തുടർച്ച എന്നത് ജനങ്ങൾ നൽകിയ ബ്ലാങ്ക് ചെക്കല്ല, മറിച്ച് വലിയ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയേണ്ടിയിരുന്നു. ജനങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും കാണാതെ വികസനത്തിന്റെ മോടിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സൂചനയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ നൽകുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ വിഷയത്തിലെ നിങ്ങളുടെ കാഴ്ചപ്പാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.